ഈ ഹിയറിംഗിന് വിളിക്കുമ്പോൾ EROമാർ ഹിയറിംഗിന് വിളിക്കുമ്പോൾ ഈ പറയുന്നവർ ആധാർ കാർഡ് കാണിച്ചാൽ മതിയോ? ആധാർ കാർഡ് കാണിച്ചാൽ മതി. ശരി, മുഹമ്മദ് ഷാ, ആധാർ കാർഡ് കാണിച്ചാൽ മതി എന്നാണ് മിഥുൻ പറയുന്നത്. പിന്നെ ഞാൻ എനിക്കത് ഒന്നും പറയാനില്ല, അത് പറഞ്ഞില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. മുഹമ്മദ് ഷാ ജഡ്ജ്മെന്റ് വായിക്കാതെ ഇവിടെ വന്നിട്ട് സിറ്റിസൺഷിപ്പ് ഒരുപാട് ജനങ്ങൾ കേൾക്കുന്നുണ്ട്, അതിൽ അഭിഭാഷകരും ഉണ്ട്. മിഥുൻ ഇത് എല്ലാവരും കേൾക്കുന്നുണ്ട്. നിങ്ങൾ ജഡ്ജ്മെന്റ് വായിച്ച് ഓർഡർ വായിച്ചു വേണ്ട നോട്ടിഫിക്കേഷൻ എടുക്കുന്നേ. നിങ്ങൾ ഇപ്പൊ ഇത് ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫിക്കേഷൻ തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അക്സെപ്റ്റബിൾ അല്ല സുപ്രീം കോടതി. പിന്നെ വേറെ എവിടെയും പോകണ്ട, അവർ നോട്ടിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടത്. അടുത്ത് വായിച്ചത് നോട്ടിഫിക്കേഷൻ ജൂലൈ മാസം വായിച്ചത് എനിക്കറിയില്ല. പക്ഷേ ആധാർ കാർഡ് അക്സെപ്റ്റബിൾ ആണ് എന്ന ഓഫീസർക്ക് സംശയമില്ല, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് തർക്കമില്ല, മിഥുന് തർക്കമുണ്ട്. അത് അക്സെപ്റ്റബിൾ അല്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നെ മിഥുൻ തർക്കിച്ചിട്ട് കാര്യമുണ്ടാകും. ആധാറും വോട്ടർ കാർഡും നോക്കൂ, താങ്കളുടെ അറിവിനേക്കായി സമർപ്പിക്കുകയാണ്. ആധാർ ആണെങ്കിലും വോട്ടർ കാർഡ് ആണെങ്കിലും സിറ്റിസൺഷിപ്പ് തെളിയിക്കാൻ അതൊരു ഡോക്യുമെന്റ് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ വോട്ടർ ID വെരിഫിക്കേഷൻ ആണെങ്കിൽ ആധാർ കാർഡ് ഒരു വാലിഡ് ഡോക്യുമെന്റ് ആണ് എന്ന കാര്യവും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് താങ്കളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ക്വാളിഫിക്കേഷൻ കൺഫേം ചെയ്യില്ല അതിനകത്ത്. താങ്കൾ ഇവിടെ സിറ്റിസൺഷിപ്പ് ഉറപ്പുവരുത്താൻ തന്നെ ഉണ്ടെന്നേ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ തന്നെ ഉണ്ട്, അത് അക്സെപ്റ്റബിൾ അല്ലെന്ന്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. മുഹമ്മദ് ഷാ, ഇതിൽ ആധാർ കാർഡ് മതി എന്ന് പറയുന്നു. ശരി, അങ്ങനെയാകട്ടെ. പക്ഷെ എന്തോ ആകട്ടെ, ഈ 3 രേഖകൾ ഇവർ ആവശ്യപ്പെടുകയാണ്. ഒന്നുകിൽ ജനന സ്ഥലം അല്ലെങ്കിൽ തീയതി, ഇത് തെളിയിക്കുന്ന രേഖ നൽകണം എന്നാണല്ലോ പറയുന്നത്. നോക്കൂ, അതെ, എന്തായാലും ഈ രേഖകളിലൂടെ നമ്മൾ തെളിയിക്കുന്ന നമ്മൾ ഇവിടെ ജനിച്ചതാണ്, ഇവിടുത്തെ പൗരനാണ് എന്നല്ലേ അവിടെ തെളിയിക്കുന്നത്. അല്ലെങ്കിൽ ഈ വിവരങ്ങൾ ചോദിക്കാൻ ഇവർ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ തേടുന്നത്? താങ്കളോടാണ്. അതെ, അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ പറഞ്ഞ രേഖകൾ ആവശ്യമായി വരുന്നത് ആർട്ടിക്കിൾ 326 പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. ഒന്ന് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടോ, മറ്റൊന്ന് ഇന്ത്യൻ പൗരനാണോ, മൂന്നാമത്തെ കാര്യം ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വേറെ ആൾ ഒബ്ജക്ഷൻ വേണ്ടി കൊണ്ടുവരണം. ഈ പറഞ്ഞ 2 ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ രേഖ കൊണ്ടുവരുന്നത്. അത് പൗരനാണ് എന്ന ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനാണ് ഡോക്യുമെന്റ് നോക്കുന്നത്. അല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു കേസില്ല, അവർ അതിനു വേണ്ടി തന്നെയാണ് ഡോക്യുമെന്റ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ 87 മുമ്പ് ജനിച്ചവർ അവരുടെ രേഖയും, 87 2004 ഇടയ്ക്ക് ജനിച്ചവർ അവരുടെയും അവരുടെ അച്ഛന്റെ രേഖയും, 2004 ശേഷം ജനിക്കുന്നവർ അച്ഛന്റെയും അമ്മയുടെയും രേഖയും കൊണ്ടുവരണമെന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 3 ആണ്. അത് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. അത് ക്വാളിഫിക്കേഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന് തർക്കമൊന്നുമില്ല. അത് ഫുൾഫിൽ ചെയ്യാനുള്ള രേഖ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യയിൽ ജനിച്ച ആളുകളിൽ ചിലരുടെ കയ്യിൽ ആ രേഖ ഉണ്ടാവില്ല. ആ രേഖ കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ അവർക്കെതിരെ എന്ത് നടപടി എടുക്കണമെന്ന് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. അവർക്കെതിരെ സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരമുള്ള എക്സിക്യൂട്ടീവ് അതോറിറ്റി അറിയിക്കണമെന്ന് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പൊ എന്തിനാ പറയുക, എന്റെ കയ്യിൽ രേഖ നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ ഇന്ത്യൻ പൗരനല്ലാതായി മാറുന്ന തരത്തിലുള്ള നടപടികൾ എനിക്കെതിരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പ്രൊവിഷണൽ നോട്ടിഫിക്കേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അയച്ചുതരാൻ നോട്ടിഫിക്കേഷൻ, അതും എഴുതി അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു രേഖ അവിടുന്ന് സിറ്റിസൺഷിപ്പ് ആക്ടോ ഫോറിനേഴ്സ് ആക്ടോ ഒന്നും എഴുതി ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ നോട്ടിഫിക്കേഷൻ അത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നിട്ട് പറയാം ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയാം. ഡിക്ലറേഷൻ എഴുതി വെച്ചിരിക്കുന്ന സെക്ഷൻ 3 തന്നെയാ സിറ്റിസൺഷിപ്പ് ആക്ടിന്റെ. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊരു ബന്ധവും ഇല്ല എന്ന് വെറുതെ പറയാൻ പറ്റുമോ? പിന്നെ എന്താ അവർ നോക്കുന്നത്? 2002 SIR ഉൾപ്പെട്ട പ്രിസംപ്ഷൻ എന്താണ്? അവർ ഇന്ത്യൻ പൗരനായിരുന്നു, ഇന്ത്യയുടെ ഇലക്ട്രൽ റോളിൽ പ്രോപ്പറായി വെരിഫിക്കേഷൻ നടത്തിയ ആളുകളാണെന്നാണ് അതിനർത്ഥം. അവർ ക്വാളിഫിക്കേഷൻ ഫുൾഫിൽ ചെയ്തവരാണ്, 326 ആർട്ടിക്കിൾ പ്രകാരം ക്വാളിഫിക്കേഷൻ ഫുൾഫിൽ ചെയ്തവരാണെന്നാണ് വെപ്പ്. അതാണ് അതിന്റെ പ്രിസംപ്ഷൻ. അതിനുശേഷമുള്ളവരത് നോക്കിയിട്ടില്ല. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ ആണ് നോക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ ഇന്ത്യൻ പൗരനാണ് എന്നത് രജിസ്ട്രേഷനിലൂടെ നാച്ചുറലൈസേഷനും കൂടെ വരികയാണെങ്കിൽ അവർക്ക് ആ രേഖ കൊടുത്തിരിക്കണം. അതേസമയം ഡിക്ലറേറ്ററി ആയിട്ട് ഞാനിവിടെ ജനിച്ചു എന്നോ എൻ്റെ അച്ഛനും അമ്മയും ജനിച്ചു എന്ന ആളുകൾ വീണ്ടും രേഖകളായിട്ട് കൊടുക്കേണ്ടി വരുന്നു. ദാറ്റ് ടു ദി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അപകടകരമായ അവസ്ഥ ഉണ്ടാക്കും. അത് മുസ്ലിം ഇഷ്യൂ അല്ല, അതൊരു ക്രിസ്ത്യൻ ഇഷ്യൂ അല്ല, അതൊരു ഹിന്ദു ഇഷ്യൂ അല്ല, ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊരു ഹ്യൂമൻ ഇഷ്യൂ ആണ്. അത് ചിലപ്പോൾ സാധിക്കാത്ത ആളുകൾക്ക് ഒരു ഹാർട്ട് ബേൺ ഉണ്ടാവും, അത് അഡ്രസ് ചെയ്യണ്ടേ? അതൊരു പക്ഷെ നിതിന്റെ കുടുംബത്തിലാകാം, എന്റെ കുടുംബത്തിലാകാം, അങ്ങനെ കൊണ്ടായേക്കാം. രേഖകളില്ലാതെ വരില്ലേ? പാസ്പോർട്ട് ഇല്ലാത്തവർ നമ്മുടെ കുടുംബത്തിലില്ലേ? SSLC ബുക്ക് ഇല്ലാത്തവരില്ലേ? ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരില്ലേ? അവരെന്ത് ചെയ്യും? അവർ ഇന്ത്യൻ എംപ്ലോയി അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് ഫോറസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്കൊരു പാനിക് സിറ്റുവേഷൻ ഇല്ലേ? അതിനെ അങ്ങനെ അഡ്രസ് ചെയ്തുകൂടെ? എന്തിനാ അതിനകത്ത് മതം ചേർക്കുന്നത്?
മതമൊന്നുമില്ല. അത് 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 പിന്നെ അതിന്റെ ഹേസ്റ്റാണ്. 30 ദിവസം തന്നെ കൊടുക്കണം, 52 ദിവസം കൊണ്ട് തീർക്കണം. ഇതൊക്കെ ആരോടെ തീർക്കം കാണിക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയായി പണിയെല്ലാം കാണിക്കുന്നത്? ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? എടുത്തോളൂ, ഒരു 6 months ടൈം ഒക്കെ എടുത്തിട്ട് ആളുകൾക്കൊക്കെ എല്ലാം കൊണ്ടുവരാനുള്ള സമയവും സൗകര്യവും ഒക്കെ കൊടുത്തൂടെ? ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന അതിനെ എന്തിനും നിങ്ങൾ പിന്തുണയ്ക്കുന്നു? ഇലക്ഷൻ കമ്മീഷന്റെ ഹേസ്റ്റ് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾ ഏത് ഇലക്ഷൻ കണ്ടിട്ടാണ് ഈ പണി ചെയ്യുന്നത്? ഈ അപ്പോയിന്റ്മെന്റിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ മാറ്റി എന്തിനു വേണ്ടിയായിരുന്നു? ഈ പണിക്ക് വേണ്ടിയാ? അപ്പൊ അങ്ങനെയൊക്കെ കരുതുമ്പോ അതൊന്നും പറയാൻ പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, സുപ്രീം കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും കാണിക്കാം. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളിൽ കറക്ഷൻ നടത്തിക്കൊണ്ട് പരമാവധി രേഖകൾ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ സഹായിക്കാനുള്ള ഹെൽപ്പ് ഡെസ്കുകളുമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഓരോരുത്തരും, ഓരോ രാഷ്ട്രീയ പാർട്ടികളും.